ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. തമിഴ്നാട്ടിലെ ചർച്ചകൾ കൂടുന്നു, വിഷയങ്ങൾ മാറുന്നു, പല പുതിയ സർക്കാരുകളും രൂപീകരണമാകുന്നു എന്നുള്ള സംസാരങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ദളപതി വിജയ് CM ആകുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നാട്ടിലെ മക്കൾ പുതിയ നായകനായിട്ട് ആര് വേണമെന്ന് തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് ഇതിനു മുമ്പും ഇതുപോലെ പല സ്റ്റേറ്റുകളിലും ഇതുപോലെ മെജോറിറ്റി ഇല്ലാതെ, അതായത് ഇന്ന സീറ്റിൻ്റെ മെജോറിറ്റി ഉണ്ടെങ്കിലേ കിട്ടൂ എന്നുള്ളവർക്ക് അതിൻ്റെ മെജോറിറ്റി ഇല്ലാതെ തന്നെ ഗവൺമെൻറ് ഫോം ചെയ്യാൻ കൊടുക്കുകയും ഒരു റീസണബിൾ പീരീഡിൽ ബാക്കി MLA സീറ്റുകൾ കാണിക്കുന്നതായിട്ട് ചെയ്യണമെന്നും കാണിച്ച് ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഗവർണർ ഇൻവൈറ്റ് ചെയ്ത കഥകൾ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെയാണ് ആ കഥ മാറുന്നത്. ദളപതി വിജയിലേക്ക് വരുമ്പോഴാണ് ആ കഥ മാറുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്, വിഷമിക്കുന്നത്, പരിഭ്രാന്തനാക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഈ 30-33 വർഷത്തെ സിനിമാ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു കാണാം. എല്ലാ സിനിമകളിലും ഓരോ പ്രശ്നം. തമിഴ് സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയും പ്രശ്നം വന്ന ഒരു നടൻ, ഇത്രയും പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരു നടൻ, ഇത്രയും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ എല്ലാവരും വരുന്ന ഒരു നടൻ വേറെ ആരും കാണില്ല. കാരണം ഒരാൾ നന്മയ്ക്കെതിരെ, ഒരു നല്ലതിനെതിരെ പോരാടുമ്പോൾ അയാൾക്ക് ഒരുപാട് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെന്നായ്ക്കൾ വരും. അത് പണ്ടത്തെ കഥകളിലൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരാളെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ മുമ്പിൽ നിൽക്കുന്നവൻ നേരായിട്ടാണ് പോകുന്നതെങ്കിൽ അവനെ തളർത്താൻ വേണ്ടിയിട്ട് ബേക്കുന്ന ചെന്നായ്ക്കൾ ഉണ്ടാവുന്നു. ആ ചെന്നായ്ക്കളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ CPM, CPI, BCK 3 പാർട്ടികളുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. DMK-യുമായിട്ട് നിൽക്കണോ അതോ TVK കൂട്ടുപോകണോ എന്നുള്ള സംഘങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വിജയ് CM ആക്കണോ, വിജയ് CM ആവുമോ, വിജയുടെ TVK പാർട്ടി ഭരണത്തിൽ കയറുമോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് CPI, CPM, BCK-യുമായിട്ട് TVK-യുമായിട്ട് ഓൺലൈൻ സംഭാഷണം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തോടെ ഏകദേശം മനസ്സിലാവും അവർ DMK-ക്ക് ഇവിടെ നിൽക്കുവാണോ ഇല്ലെങ്കിൽ TVK-ക്ക് ഗവൺമെൻറ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീറ്റുകൾ ഇവർ TVK-ക്ക് കൊടുക്കുകയോ ഇല്ലയോ എന്നുള്ളതും കൂടെ കണ്ടറിയാം. എന്നൊക്കെ പറഞ്ഞാലും അവിടെ നടക്കുന്നത് ക്ലിയർ പൊളിറ്റിക്സ് തന്നെയാണ്. ഇപ്പോൾ എല്ലാവരും കണ്ണം വെച്ച് എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരവസ്ഥ. എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്ന? എല്ലാവരും ദളപതി വിജയ് CM ആകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഒരു 60-70 വർഷത്തെ കൂട്ടണികൾക്ക് അവർ സ്കെച്ചിടുന്ന ഒരവസ്ഥ. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഒരുമിച്ച് വരൂലെന്ന് പറഞ്ഞവർ ഒരുമിച്ച് വരുന്നു എന്നുള്ള സംസാരങ്ങൾ, അതുമായിട്ടുള്ള ടോക്കുകൾ, അതുമായിട്ടുള്ള സോഴ്സസുകൾ വരുന്നുണ്ട്. അതുമായിട്ട് ഇവർ പാർട്ടി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കെട്ടിപ്പൂട്ടി അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥകളും കാണുന്നുണ്ട്. കാരണം ഈ സിറ്റുവേഷൻസ് വേഴ്സ് ആണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെങ്ങാനും പോയി കളഞ്ഞാലോ എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇനി വിജയ് ഇവിടെ ഭരണത്തിൽ വന്നാൽ 10-15 വർഷം ചിലപ്പോൾ ഇനി വേറെ ആരും വരില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക്, ആ ഒരു ഭയമുണ്ട്. അതായത് അവർക്ക് മാറി മാറി ഭരിക്കാൻ പുറത്തുനിന്ന്, അതായത് നാട്ടിലുള്ള ഒരാൾ അവരുടെ പുറത്തു നിന്ന്, അവർ രണ്ടുപേരില്ലാതെ വേറൊരാൾ പുറത്തു നിന്ന് വന്നാൽ അവർക്ക് ഭരിച്ചുകൂടാ, അവർക്ക് ആ നാട് വിട്ടുകൊടുത്തുകൂടാ. കാരണം ഇനി ദളപതി വിജയ് വന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുമെന്നുള്ള ഒരു പേടി, ഇനി അവർക്ക് ഇതെല്ലാം ഈ കട്ടതും കുടിച്ചതും മുടിച്ചതും ഒക്കെ കിട്ടൂലെന്നുള്ള ഒരു ടെൻഷൻ, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ സർക്കാർ TVK രൂപീകരിക്കുമോ, ഗവർണർ അത് മെജോറിറ്റി സീറ്റുമായിട്ട് കൊണ്ടുപോകുമ്പോൾ TVK ഇൻവൈറ്റ് ചെയ്യുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. എന്നിരുന്നാലും ഇത്രയും അധികം പ്രശ്നങ്ങൾ ഒരു അഭിമുഖീകരിച്ച ഒരു നടൻ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും തോന്നുന്നുണ്ടോ? ഇത്രയും അത് കല്ലുപോലെ നിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ തന്നെ നിങ്ങൾ നോക്കൂ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നത് പുള്ളിക്ക്. അതൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്ത് ജയിച്ചിട്ടും വീണ്ടും പ്രശ്നങ്ങൾ. ഒരു പ്രശ്നം തീർന്നാൽ അടുത്ത പ്രശ്നം. പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പല നായക നടന്മാരും ഇവിടെ മുന്നണികളോടെ നിന്ന് പലരും ഇവിടെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് തന്നെക്കാള് തൻ്റെ അനിയൻ, ജൂനിയർ ആർട്ടിസ്റ്റോ, ജൂനിയർ നടൻ വളർന്നു പോകുന്നു എന്നുള്ളൊരു തോന്നൽ തോന്നുന്ന പല സീനിയർ നടന്മാരിവിടെ ഉണ്ട്. ഞാൻ ആരാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നല്ല രീതിക്ക് മനസ്സിലാവും. അവരിതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരു ട്വീറ്റിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കുമെങ്കിലും അവർ പുറത്തു വെച്ച് അവർ കാണിക്കുന്നത് കുത്താണ്, ബാക്ക് സ്റ്റാബിംഗ് ആണ്. അതിൽ വേറെ സംശയമൊന്നുമില്ല. പലരും അതെല്ലാം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ട്. പലർക്കും അദ്ദേഹം ഇത്രയും വളർച്ചയിലെത്തുന്നത് പിടിക്കുന്നില്ല. കാരണം പലരും വന്ന് നോക്കിയിട്ട് നടക്കാത്തത് ഇദ്ദേഹം വന്ന് ഒരൊറ്റ നിമിഷം കൊണ്ട് നേടുന്നു എന്നുള്ള ആ ഒരു ജലസ്, അത് അവർക്ക് ജീർണിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഏകദേശം ഇന്ന് വൈകിട്ടത്തോടെ തന്നെ മനസ്സിലാവും. ഒരിക്കലും ഞാൻ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയില്ല. കാരണം എപ്പോൾ വേണം എന്ത് വേണം മാറി മറിയാം. ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ ആൾക്കാർ സമയത്തിന് നോ എന്നും പറയാം. അതാണ് പൊളിറ്റിക്സ്. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. എങ്ങനെയെങ്കിലും അദ്ദേഹം
ചെയ്ത മാറ്റാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ ഗവൺമെന്റ് രൂപീകരിക്കാനുള്ള നടക്കുന്നുണ്ട്. മക്കളുടെ ആ ഒരു നിലപാടിനെ, ഒരു നിയമത്തിനെ, മക്കളുടെ ആ ഒരു തീരുമാനത്തിനെ തെറ്റിക്കുന്ന രീതിയിലുള്ള ഗവൺമെന്റ് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഗവർണർ അതിനെതിരെ ശ്രമിക്കുന്നുണ്ട്. ഗവർണർക്ക് മറ്റ് വേറെ ഇടത്തെല്ലാം, അതായത് അവരുടെ താല്പര്യമുള്ളവർക്ക് കൊടുക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് വന്നാലാണ് പ്രശ്നം. അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുകൾ അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഗവർണർ സർക്കാർ DMK, ADMK, TVK, CPI, CPM, VCK അങ്ങനെ പല കക്ഷികളുടെയും സംസാരങ്ങൾ നടക്കുന്നുണ്ട്. TVK സർക്കാർ ഫോം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടു തന്നെ അറിയണം. എന്ത് തന്നെ വേണമെങ്കിലും നടക്കും, എന്ത് തരികിട വേണമെങ്കിലും നടക്കും, എന്ത് പ്രശ്നങ്ങൾ വേണമെങ്കിലും നടന്നേക്കാം. കാരണം സിറ്റുവേഷൻസ് വളരെ മോശമായിട്ട് വരികയാണ്. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയണം. വിജയ് ഫോം ഗവൺമെന്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ട് അറിയാം.